നമ്മൾ ഇവിടെ പഠിക്കുന്ന ഇൽമോ സാധാ ഇൽമ മാത്രമല്ല, പരിശുദ്ധ ഖുർആന്റെ ഇൽമാണ് നമ്മൾ പഠിക്കുന്നത്. ഖുർആന്റെ ഇൽമ് 2 ദിവസം നമ്മൾ ഖുർആനാണ്. ഖുർആന്റെ ഇൽമ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും ഹൈറായ മനുഷ്യന്മാര് ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമു എന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. ഏറ്റവും ഉത്തമരായ ആളുകളാണ് പരിശുദ്ധ ഖുർആന്റെ ഇൽമ് പഠിക്കുന്നവർ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളോട് ചോദിച്ചു. കാരണം സഹാബികളെ സംബന്ധിച്ചിടത്തോളം അന്ന് ഏറ്റവും വലിയ ഒരു സമ്പാദ്യമാണ് ഒട്ടകം. അറബികളെ സംബന്ധിച്ചിടത്തോളം അന്ന് ഏറ്റവും വലിയ സമ്പാദ്യമാണ് ഒട്ടകം. അതിൽ തന്നെ ചുവന്ന ഒട്ടകം, ചുവന്ന ഒട്ടകം അറബികൾക്ക് അതിലേറെ ഇഷ്ടമാണ്. അപ്പൊ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികൾ ചോദിച്ചു, നിങ്ങൾക്ക് ആർക്കെങ്കിലും രാവിലെ പോയി പുറത്തിറങ്ങി ഒരു പിടിച്ചുപറിയോ ഒരു കൊള്ളയോ ഒന്നും നടത്താതെ ഒരു 2 ചുവന്ന ഒട്ടകത്തെ വളരെ സിമ്പിളായി നിങ്ങൾക്ക് സമ്പാദിച്ചു കൊണ്ടുവരാൻ കഴിയുമോ? അങ്ങനെ കഴിയുന്നവർ ഇവിടെ ഉണ്ടോ എന്ന് റസൂലുള്ളാഹിയോട് ചോദിച്ചു, സഹാബിയോട് ചോദിച്ചു. അതായത് വളരെ പ്രയാസമില്ലാതെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങാം, ഉടനെ തന്നെ വീട്ടിലേക്ക് തിരിച്ചു വരാം. അങ്ങനെ തിരിച്ചു വരുമ്പോൾ എന്ത് ചെയ്യാ? 2 ചുവന്ന ഒട്ടകയറ്റുകൾക്ക് തിരിച്ചു വരാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിയുമോ എന്ന് റസൂലുള്ളാഹി സഹാബിയോട് ചോദിക്കണ്ടായി. അപ്പോ സഹാബികൾ പറഞ്ഞു, അങ്ങനെ ആർക്കും കഴിയുന്നില്ല നബിയെ എന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ രാവിലെ പോയി പരിശുദ്ധ പള്ളിയിലിരുന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് പഠിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ ഒരു ചുവന്ന ഒട്ടകത്തെ സമ്പാദിക്കുന്നത് പോലെയാണ്. 2 2 ചുവന്ന ഒട്ടകം, 3 3 എന്നാണ് നിബന്ധനകൾ പറഞ്ഞത്. അതതിന്റെ ഏറ്റവും പരിപൂർണതയാണ്. ഇപ്പൊ രാവിലെ ഇൽമ പഠിക്കുക, പരിശുദ്ധ ഖുർആൻ പഠിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഒരാൾ പള്ളി അല്ലെങ്കിൽ അതിനെ പറ്റിയ സൗകര്യത്തിലാണ് കുഴപ്പമില്ല. ഇപ്പൊ സ്ത്രീകൾക്ക് ഈ പ്രതിഫലം കിട്ടണ്ടേ? അവർക്ക് രാവിലെ പള്ളിയൊക്കെ വരാൻ പറ്റുമോ? അപ്പൊ അവർക്കും കിട്ടും. സ്ത്രീകൾക്ക് പല വിഷയങ്ങൾ എന്തുണ്ട്, നമ്മളെ പോലെയല്ല, പല വിഷയത്തിൽ എന്തുണ്ട്, അവരതിന്റെ ബേസിക് ചെയ്താൽ തന്നെ അവർക്ക് കൂലി കിട്ടും. ഇപ്പൊ ജമാഅത്തിന് സുബഹി ജമാഅത്തിന് നേരം വെളുക്കോളം നിസ്കരിക്കുന്ന കൂലി കിട്ടും. ആർക്ക്? ആണുങ്ങൾക്ക് പള്ളിയിൽ വന്നാലും സ്ത്രീകൾക്ക് വീട്ടിൽ നിസ്കരിച്ചാലും കിട്ടും. പക്ഷെ അവർക്ക് എന്തില്ല, അവരുടെ പ്രയാസം കൊണ്ടെന്നില്ല, അത് നിർബന്ധിപ്പിക്കണില്ല, ചെയ്താൽ ഒരു പെണ്ണിനെ കൂലി കിട്ടും. അതുപോലെ രാവിലെ സ്ത്രീ ഇൽമ പഠിക്കുകയാണെങ്കിൽ അവൾക്ക് ഇതിന്റെ കൂലി കിട്ടും. അപ്പൊ പരിശുദ്ധ ഖുർആൻ പഠിക്കുക എന്നുള്ളത് ജീവിതത്തിലെ വലിയ ഒരു സംഗതിയാണ്. അല്ലാഹു തആല അതിന്റെ ഖുർആന്റെ സഹവാസികൾ നമ്മളെ പെടുത്തട്ടെ. നമ്മൾ ഇന്നു മുതൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സൂറത്തു ആലിംറാനാണ്. സൂറത്തു ആലിംറാൻ ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ അതിന്റെ ആമുഖം പറയാം, സമയം പോവാതണ്ട. സമയം സാധാരണ നമ്മൾ സൂറത്ത് തുടങ്ങുമ്പോൾ ബർക്കത്തിന് ഓതും, നമുക്ക് തുടങ്ങി വെക്കാം. സമയം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് സൂറത്തുൽ ആലിംറാനാണ് നമ്മൾ ഇന്നു മുതൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്തുൽ ആലിംറാനില് പിന്നെ ഈ സൂറത്ത് ഇറങ്ങിയത് മുഴുവൻ പൂർണ്ണമായും ഇറങ്ങിയത് എവിടെയാണ്? മദീനയിലാണ്. അത് സഹാബികളുടെ വിഷയത്തിൽ എന്താണ് ഇത്തിഫാഖ്, മദീനയിൽ ഇറങ്ങിയതാണ്. അപ്പൊ ഹിജ്റന്റെ ശേഷം മദനിയ സൂറത്താണ് അല്ലെ? സൂറത്ത് മുഴുവൻ ഇറങ്ങിയത് എവിടെയാണ്? മദീന. ചില സൂറത്തുകളൊക്കെ ചിലപ്പോൾ ചിലത് മക്കയിൽ, ചില മദീനയിൽ ചില ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ആലിംറാൻ എങ്ങനെയാണ്? പൂർണ്ണമായും ഇറങ്ങിയത് എവിടെയാണ്? മദീനയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ സഹിഹ ഹദീസിൽ കാണാം, സഹിഹ് മുസ്ലിമിൽ കാണാം, അബീ ഉമാമ റളിയല്ലാഹു അൻഹു തൊട്ടുള്ള ഹദീസിൽ കാണാം. ഒരു പ്രഗൽഭനായ സഹാബിയാണ് അബീ ഉമാമ റളിയല്ലാഹു അൻഹു. നമ്മൾ പല പ്രാവശ്യം അവരെ കുറിച്ച് ചരിത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വന്നിട്ട്, നബിയെ, എനിക്ക് സ്വർഗത്തിൽ കടക്കാൻ പറ്റിയോ ഉപകരിക്കുന്ന ഒരു അമല് പറഞ്ഞു തരണമെന്ന് റസൂലുള്ളാഹി പറഞ്ഞപ്പോ ആ സഹാബിയോട് റസൂലുള്ളാഹി പറഞ്ഞു, എന്ത്? നീ നോമ്പ് നോക്കണം, നിനക്ക് നോമ്പ് പതിവാക്കിയാൽ മതി എന്ന് പറഞ്ഞു. വീണ്ടും വന്ന് റസൂലുള്ളാഹി ചോദിച്ചു, അപ്പോൾ നീ വീണ്ടും അതന്നെ പറഞ്ഞു. വീണ്ടും വന്ന് ചോദിച്ചപ്പോൾ വീണ്ടും അതന്നെ പറഞ്ഞു. 4ാമത്തെ വട്ടം വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നീ നോമ്പ് പറ്റാൽ മതി, അതിനേക്കാൾ തുല്യമായ ഇബാദത്ത് വേറെ ഇല്ല എന്ന് പറഞ്ഞു. ഇത് ഏത് നോമ്പ്? സുന്നത്ത് നോമ്പ്. വെറും സുന്നത്ത് നോമ്പ്, ഫർദ് നോമ്പ് മാത്രമല്ല, സുന്നത്ത് നോമ്പ് പറ്റാൽ തന്നെ എത്ര കിട്ടും എന്നാണ് നമ്മൾ പറയാറുണ്ട്. പിന്നീട് അബൂ ഉമാമ എപ്പോഴും ആരായിരുന്നു?
നോമ്പുകാരായിരുന്നു. അബൂ ഉമാമയുടെ വീട്ടിൽ വിരുന്നുകാർ വന്നാൽ മദീനക്കാർക്ക് അറിയാം. കാരണം എന്താണ്, വീട്ടിൽ നിന്ന് അടുപ്പത് വന്തിയാൽ മനസ്സിലാക്കാം ഇന്ന് അബൂ ഉമാമയുടെ വീട്ടിൽ ആരുണ്ട്, വിരുന്നുകാരുണ്ട് എന്ന്. അത്രയും നോമ്പുകാരായിരുന്നു ആര്, അബൂ ഉമാമയും ഫാമിലിയും. മാനവർ പറയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്, ഇഖ്റഉൽ സഹ്റാവീനി അൽ ബഖറ വ ആൽ ഇംറാൻ. നിങ്ങൾ എന്ത് ചെയ്യുക, രണ്ട് തെളിച്ചങ്ങളും പ്രകാശങ്ങളുള്ള സംഗതികൾ നിങ്ങൾ ഓതിക്കൊണ്ടേ. അതേതാണ്, ആൽ ഇംറാനും സൂറത്തുൽ ബഖറയുമാണ് എന്ന് നബി നിങ്ങൾ പറയുണ്ടായി. രണ്ട് വെളിച്ചം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് ഓതുന്ന ആൾക്ക് എന്തുണ്ടാവും, ആത്മീയമായി എന്തുണ്ടാവും, ഹൃദയത്തിൽ പ്രത്യേക നൂറ് ആര് കൊടുക്കും, അല്ലാഹു തആല കൊടുക്കും. ചില ആളുകള് അപ്പോ സൂറത്തുൽ ബഖറക്ക് ഉണ്ട് പ്രത്യേകത. അതുകൊണ്ട് ചിലരൊക്കെ പറഞ്ഞു ബഖറ എന്ത് ചെയ്യുക, രാവിലെ സമയത്ത് 1-2 പേജ് ഓതുന്നത് നല്ലതെന്നാണ്. നമ്മൾ ബഖറയെ കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ആലിമ്രാനും എന്തുണ്ട്, ആത്മീയമായ വെളിച്ചം അയാൾക്ക് എന്ത് ചെയ്യും, അല്ലാഹു തആല കൊടുക്കും. ആ ആലിമ്രാൻ എന്ന് ഓതുന്ന ആൾക്ക് ആത്മീയ വെളിച്ചം ഉണ്ടാവും. ആ വെളിച്ചം ഇവിടെ ഉണ്ടാവും, പരലോകത്തും അയാൾക്ക് കിട്ടുമെന്നൊക്കെ ഈ ഹദീസ് വിശദീകരിക്കുന്നവർ കാണാം. അതുകൊണ്ട് തന്നെ ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് അതുവഴി ഉറച്ചു നിൽക്കാൻ കഴിയും. വേറെ ഹദീസിലാണ്, സ്വഹീഹ് മുസ്ലിമിലെ മറ്റൊരു ഹദീസിൽ കാണാം, ഒരു സഹാബിയെ തൊട്ട് തിരിച്ച് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, യുഅ്താ ബിൽ ഖുർആനി യൗമൽ ഖിയാമ, ഖിയാമത്ത് ദിവസം എന്തെയും പരിശുദ്ധ ഖുർആനെ മഹ്ശറിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ആ ഖുർആന്റെ മുമ്പിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന 2 സൂറത്തുകളാണ് സൂറത്തുൽ ബഖറയും സൂറത്തു ആൽ ഇംറാൻ എന്ന് പറഞ്ഞു. ഖുർആൻ പരിസറിലേക്ക് പ്രതീകാത്മകമായ ഏത് രീതിയിൽ നമുക്കറിയില്ല, ഖുർആൻ മഹ്ശറിലേക്ക് കൊണ്ടുവരും. അപ്പോൾ അവിടെ മഹ്ശറിൽ എന്താണ്, നമ്മളെ മുന്നിൽ ആ ഖുർആന്റെ മുന്നിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന 2 സൂറത്തുകളുണ്ട്. അത് ബഖറയും ആൽ ഇംറാനുമാണ് എന്ന് ഹദീസിൽ കാണാം. സഹാബികളൊക്കെ ചിലപ്പോൾ രാത്രി ഓതിയത്. ഞാൻ ഇത് പറയുന്ന വെച്ചാല് ഓരോരുത്തർക്ക് അവനാന് കഴിയണ ഈ ഭാഗത്തിന് വെറുതിനനുസരിച്ചാ ചെയ്യട്ടോ. കാരണം നമ്മൾ ഖുർആൻ മൊത്തം എടുക്കുകയാണ്. അപ്പൊ ഇത് എല്ലാം പറയുമ്പോ എന്നും ഓരോ വിഭാഗത്ത് പറയുമ്പോൾ ചിലപ്പോൾ ഒഴിവുണ്ടാവില്ല. ഓരോരുത്തർ ശീലിക്കുന്ന വിഭാഗത്തും അതിനനുസരിച്ച് പാക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് വിഭാഗത്ത് ക്രമീകരിക്കേണ്ടത്. സഹാബികൾ കുറെ ആളുകൾ ആൽ ഇംറാനും രാത്രി ഓതിയിരുന്നു എന്നാണ്. ഉസ്മാൻ അഫ്ഫാനൊക്കെ രാത്രി ആൽ ഇംറാൻ ഓതിയിരുന്നു എന്ന് കാണാം. മാത്രമല്ല ഒരു ഹദീസിൽ കാണാം, മൻ ഖറഅ സൂറത്തു ആൽ ഇംറാൻ ഫീ ലൈലത്തിൻ കുതിബ ലഹു ഖിയാമു ലൈലത്തിൻ എന്നാണ്. ഒരാൾ രാത്രി ആൽ ഇംറാൻ ഓതി, സൂറത്തു ആൽ ഇംറാൻ ഓതി കഴിഞ്ഞാൽ അയാൾക്ക് രാത്രി നേരം വെളുക്കോളം നിസ്കരിച്ച കൂലി അയാൾക്ക് വേണ്ടി എഴുതും എന്ന് കാണാം. ഇങ്ങനെ നേരം വെളുക്കോളം നിസ്കരിച്ച കൂലികൾ എഴുതുന്ന കുറഞ്ഞ വിഭാഗത്തുമാണ്. ഇപ്പൊ ഞാൻ പറയുന്നത് സുബഹി ജമാഅത്തിന് വന്നാൽ നേരം വെളുക്കോളം നിസ്കരിച്ച കൂലിയുണ്ട്. ഇഷാ ജമാഅത്താണെങ്കിൽ പകുതി നിസ്കരിച്ച കൂലിയുണ്ട്. ഒരാൾ ആൽ ഇംറാൻ ഓതിക്കഴിഞ്ഞാൽ അയാൾക്ക് എന്തുണ്ട്, നേരം വെളുക്കോളം ഹയാത്താക്കിയ കൂലി ഉണ്ടാവും എന്ന് ഈ മഹാനബിൻ അബ്ബാസ് അല്ല ഉസ്മാൻ അഫ്ഫാൻ തൊട്ട് ഉദ്ധരിച്ച ഒരു ഹദീസിൽ. അത് മുപ്പര് മഹാനവകൾ പറഞ്ഞതല്ല, റസൂല ഉദ്ധരിച്ച ഹദീസ് തന്നെയാണ്. അല്ല ഉസ്മാൻ റളിയല്ലാഹുവിന്റെ മാത്രം വാക്കല്ല, നബിതങ്ങളുടെ ഇമാം ദാരിമി ഉദ്ധരിച്ച ഹദീസിൽ അങ്ങനെ കാണാം. മാത്രമല്ല മറ്റൊരു ഹദീസിൽ കാണാം, ഒരിക്കൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ വീട്ടിൽ താമസിച്ചു. നബിതങ്ങളുടെ മരുമകൻ കൂടിയാണ് ആര്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അപ്പൊ റസൂലുള്ളാഹിന്റെ വീട്ടിൽ താമസിച്ചപ്പോ രാത്രി ഒരു പകുതി ഉസ്മാൻ റളിയല്ലാഹു കറക്റ്റ് പറയണത്. അതുകൊണ്ടാണ് അവിടെ 3 അഭിപ്രായം, പകുതിന്റെ കുറച്ച് മുമ്പ് അതോ പകുതി, അതിന് പകുതിന്റെ കുറച്ച് ശേഷം, അങ്ങനെ പറയാം. കാരണം വെച്ചാൽ ആ വിഷയത്തിൽ അത്രയും എന്തുണ്ട്, ആധികാരികതയ്ക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ രാത്രി പകുതി എന്ന് മനസ്സിലാക്കാം. പകുതിയായപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ ഉടനെ നബിതങ്ങൾ ഖുർആൻ ഓതാണ്. അപ്പൊ റസൂലുള്ളാഹി അവിടെ സൂറത്തുൽ ആൽ ഇംറാനിലെ കുറച്ച് ആയത്തുകളാണ് പ്രത്യേകം എടുത്ത് ഓതിയത്. ആൽ ഇംറാനെ കുറിച്ച് പ്രത്യേക ആയത്തുകളുണ്ട്, രാത്രി ഓതേണ്ട ആയത്തുകളുണ്ട്. ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. അതൊക്കെ നബിതങ്ങൾ എന്ത് ചെയ്യുന്നു, ആ സമയത്ത് എഴുന്നേറ്റ് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് ഓതിയിരുന്നു എന്ന് ഹദീസിൽ കാണാം. അപ്പോ
ഈ സൂറത്തിന് ആല് ഇമ്രാൻ എന്ന് പറയാൻ കാരണം എന്താണ്? ശരിക്ക് ആരാണ് ഇമ്രാൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ സൂറത്തിൽ അങ്ങനെ പറയാൻ കാരണം എന്താണ്? ഒരു വലിയ പവിത്രമായ കുടുംബമാണ് ഈ സൂറത്തിൽ പരാമർശിക്കുന്നത്. മഹാനായ ഈസാ നബി അലൈഹി ഇസ്ലാം, അവരുടെ മാതാവ് മറിയം ബീവി, അവരുടെ പിതാവാണ് ആര്? ഇമ്രാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മൊത്തം ആ ഫാമിലിയാണ്. അപ്പൊ ഈസാ നബി, മറിയം ബീവി, പിന്നെ അവരുടെ പിതാവ് ഇമ്രാൻ, ഇവരടങ്ങുന്ന ഫാമിലിയുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ ഈ സൂറത്തിൽ പരാമർശിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സൂറത്തിൽ ആലിമ്രാൻ എന്ന് പറയാനുള്ള കാരണം. അതിൽ കാര്യമായിട്ട് മറിയം ബീവിയുടെ ഇബാദത്ത് പറയുന്നുണ്ട്. ഒരു സ്ഥലത്ത് മെനക്കെട്ട് ഒഴിഞ്ഞിരുന്ന് ഇബാദത്ത് എടുക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. ആർക്ക്? മറിയം ബീവിക്ക്. അപ്പൊ ഇബാദത്ത് എന്ന് പറഞ്ഞാല് ശരിക്കും എല്ലാ ഇബാദത്തും നമ്മൾ പറയും. ഇപ്പൊ പൊതുപ്രവർത്തന ഇബാദത്താണ്, എല്ലാം ഇബാദത്താണ്. അങ്ങനെയൊക്കെയാണെങ്കിലും അല്ലാഹു തആലക്ക് വേണ്ടി, ദിക്റിന് വേണ്ടി, ആത്മീയമായ സ്ഫുടതയ്ക്ക് വേണ്ടി ഒഴിഞ്ഞിരിക്കുന്നത് പ്രത്യേകമായ ഒരു ഇബാദത്ത് തന്നെയാണ്. അങ്ങനെ ഇബാദത്തുണ്ട്. ചിലവരെന്ത് ചെയ്യും? ഇബാദത്തിനായി ഇങ്ങനെ ഒഴിഞ്ഞിരിക്കുന്ന ആളുകളെ വിമർശിക്കും. ഇവരെന്താണ് അവിടെ ഇങ്ങനെ ചെല്ലി ഇബാദത്തിൽ വേറെ ദിക്റും ഖുർആനും മാത്രം മതിയാ, വേറൊന്നുമില്ല വെച്ചിരിക്കും. ഒരാൾക്ക് അത് സാധ്യമാകുമ്പോൾ അയാൾ ചെയ്തോട്ടെ. ചിലർക്ക് അതിന് സാധ്യമാവില്ല, അപ്പൊ അയാൾക്ക് വേറെ ഓപ്ഷൻ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ? രണ്ട് മനുഷ്യരിൽ ഖൈറുണ്ട് എന്നാ. ഒന്ന്, ഒരു മനുഷ്യൻ ദിക്റിനായിട്ട് വീട്ടിൽ ഒഴിഞ്ഞിരിക്കുകയാണ്, വേറെ ആളെന്ത് ചെയ്യുന്നുണ്ട്? വീട്ടിലും ഉദ്ദേശിക്കുന്നത് മലമുകളിൽ എന്ന ഹദീസിൽ കാണും. മലന്റെ മുകളിൽ പണ്ടൊക്കെ അങ്ങനെയല്ലോ, സൂഫിയാക്കളൊക്കെ എന്ത് ചെയ്യും? ഒഴിഞ്ഞ കാട്ടിലൊക്കെ പോയിട്ട് എന്ത് ചെയ്യും? ആളുകളില്ലാത്ത, ഒരു പ്രയാസമില്ലാത്ത സ്ഥലത്ത് പോയിട്ട് എന്ത് ചെയ്യും? ഒരു ശല്യവും ഇല്ലാത്ത സ്ഥലത്ത് പോയിട്ട് അള്ളാഹുവിന്റെ ദിക്റിൽ മുഴുകും. അങ്ങനെ ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്ന മനുഷ്യനിൽ ഖൈറുണ്ട്. വേറൊരു മനുഷ്യൻ എന്താണ്? പൊതുരംഗത്തിറങ്ങി അള്ളാഹുവിന് വേണ്ടി, പിന്നെ ജിഹാദിന് വേണ്ടി ഇറങ്ങി പ്രയത്നിക്കുന്ന മനുഷ്യണ്ട്, അയാൾക്കും ഖൈറുണ്ട് എന്ന്. അപ്പൊ രണ്ട് വഴിയിൽ ഞങ്ങൾ ഖൈറ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മറിയം ബീവിയുടെ പ്രത്യേകത പറയുന്നത് എന്താ? മറിയം ബീവി എന്താണ്? ഇബാദത്തിനായിട്ട് എന്ത് ചെയ്തിട്ട് ജീവിതം മാറ്റിവെച്ചാണ്. അപ്പൊ മറിയം ബീവിയുടെ ഇബാദത്ത് പറയുന്നുണ്ട്. മറിയം ബീവിക്ക് ജീവിതത്തിൽ ഇബാദത്തുമായി കിട്ടിയ ഒരുപാട് ആത്മീയമായ റിസ്കിന്റെ കറാമത്തുകൾ ഈ സൂറത്തിൽ പറയുന്നുണ്ട്. എങ്ങനെയാണ് മറിയം ബീവി മറ്റു സ്ത്രീകളിൽ നിന്നിട്ട് ശ്രേഷ്ഠനായത് എന്നതിനെ കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ജനനവുമായി ബന്ധപ്പെട്ട് മറിയം ബീവിക്കുള്ള സന്തോഷ വാർത്തകൾ പറയുന്നുണ്ട്. അങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾ ഈ സൂറത്തിൽ പറയുന്നുണ്ട് മറിയം ബീവിയുമായി ബന്ധപ്പെട്ട്. നബിയല്ല, അല്ല, സ്വാലിഹായ മനുഷ്യനാണ്. പിന്നെ ഈ സൂറത്തിൽ പരാമർശിക്കുന്ന വിഷയം എന്താണ്? ഈ സൂറത്തിലെ മൊത്തം കണ്ടന്റുകൾ എന്താണ് എന്നാണ് ഞാൻ പറയുന്നത്. ഒന്ന്, അല്ലാഹു തആലയുടെ തൗഹീദ് ഈ സൂറത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? നന്നായി പരാമർശിക്കുന്നുണ്ട്. ഈ സൂറത്ത് തുടങ്ങുന്നത് തന്നെ എന്താണ്? അള്ളാഹുവിന്റെ തൗഹീദിനെ സമർത്ഥിച്ചുകൊണ്ടാണ്. ആ സംഭവം ഇൻഷാ അല്ലാഹ് ഡീറ്റെയിൽസ് ആയിട്ട് പറയും. അതായത് ഈ സൂറത്തിലെ 1 മുതൽ 80 ആയത്ത് വരെയുള്ളത് എന്താണ്? നജ്റാനിൽ നിന്ന് വന്ന ഒരു ക്രിസ്ത്യാനികളുടെ ഒരു സമൂഹം, ഒരു 70ഓളം ആളുകൾ റസൂലുള്ളാഹിക്ക് വന്നിരുന്നു. അവരുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ ആയത്താണ്. അതിൽ ഫുള്ള് തൗഹീദാണ്. നജ്റാനിൽ വന്ന അവർക്ക്, അപ്പോ അവരിലേക്ക് സംവദിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത നിർദ്ദേശങ്ങളും അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ്. അപ്പൊ തൗഹീദിന്റെ വ്യക്തമായ ഡീറ്റെയിൽസ് ഈ സൂറത്തിൽ പരാമർശിക്കുന്നുണ്ട്. 1 മുതൽ 80 വരെയുള്ള ആയത്തുകൾ അത് കുറെ മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് പറയും. അപ്പൊ അവർ വന്ന സംഭവം ചരിത്രങ്ങൾ പറയാനുണ്ട്. പിന്നെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ 2 രീതിയിലുണ്ട് എന്ന് ഈ സൂറത്ത് പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന് മുഹക്കമായ ആയത്തും, 2 മുത്തശാബിഹ ആയത്തും. ഇൻഷാ അല്ലാഹ് ഈ സൂറത്ത് തുടങ്ങുമ്പോൾ തന്നെ ഉണ്ട്. അത് ഈ സൂറത്തിലാണ് ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നത്. മുഹക്കമായ ആയത്തുകൾ, മുത്തശാബിഹായ ആയത്ത്. മുഹക്കമായ ആയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുന്നത്. മുത്തശാബിഹ പറഞ്ഞാൽ എന്താണ്? കുറിച്ച് ചിന്തിച്ചാൽ എന്തേ ഉള്ളൂ അത് മനസ്സിലാവുള്ളൂ. ഇങ്ങനെ 2 രീതിയിലുള്ള ആയത്തുകൾ ഏതിലുണ്ട്?
ഖുർആനിലുണ്ട് എന്നുള്ള ഒരു പഠനം നടത്തുന്നത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഈ സൂറത്തിലൂടെയാണ്. പിന്നെ മനുഷ്യന്റെ സുഖങ്ങൾ, ദുന്യവിയായ സുഖങ്ങൾ നശിച്ചു പോകും എന്നും പാരത്രികമായ സുഖമാണ് നിലനിൽക്കുക എന്നും പാരത്രിക സുഖം മുഅ്മിനീങ്ങൾക്കേ ഉള്ളൂ എന്നും ഈ ഖുർആനിൽ ഈ ആയത്ത് സൂറത്തിലുണ്ട്, വ്യക്തമായി സമർത്ഥിക്കുന്നുണ്ട്. പിന്നെ അള്ളാഹുവിനുള്ള സ്നേഹം, നബിതങ്ങളുടെ സ്നേഹം, ആ മുഹബ്ബത്ത് എങ്ങനെയാണ് പരിപൂർണമാകുക എന്ന് ഈ ആയത്തിൽ പറയും, ഈ സൂറത്തിൽ പരാമർശിക്കുന്നു. അള്ളാഹിനെ സ്നേഹിക്കണം, ആരെ സ്നേഹിക്കണം? റസൂലുള്ളാഹിനെ സ്നേഹിക്കണം. ഇവരോടുള്ള സ്നേഹം ഏത് രൂപത്തിലാണ് പരിപൂർണമാകുക അത് ഈ സൂറത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഇങ്ങനത്തെ കുറച്ച് മൊത്തത്തിൽ വിഷയം പറയാം, എന്തൊക്കെയാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് എന്നാണ്. പിന്നെ പ്രഗത്ഭരായ മഹാന്മാരുടെ കുറച്ച് ചരിത്രങ്ങൾ ഈ സൂറത്തിൽ പരാമർശിക്കുന്നു. ഉദാഹരണം പറയാം, മറിയം ബീവി, സക്കരിയ നബി, യഹിയ നബി, ഈസാ നബി, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രം, അവർക്കുണ്ടായിരുന്ന മോചിതത്തുകൾ ഇതിൽ പറയുന്നുണ്ട്. മറ്റൊരു സംഗതി ഈ സൂറത്തിൽ പറയുന്നത് എന്താണ്? അഹ്ലുൽ കിതാബിന്റെ ആളുകളെ വെല്ലുവിളിക്കുന്നുണ്ട് ഈ സൂറത്തിൽ. എങ്ങനെ? അതായത് മുബാഹല എന്ന് പറയും. മുബാഹല എന്ന് പറഞ്ഞാൽ എന്താണ്? മുബാഹല എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും കൊണ്ട് വെല്ലുവിളിക്കുക. അതായത് ആരുടെ ഭാഗമാണോ ശരി അവർക്ക് അല്ലാത്തവർക്ക് അള്ളാഹുവിന്റെ ശിക്ഷ വരട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. സംവാദമല്ല, സംവാദം വേറാണ്. മുബാഹല എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാല് ശാപപ്രാർത്ഥനയാണ്. ശാപപ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും ശപിക്കാതെ ഉദ്ദേശിക്കുന്നത് രണ്ടു കൂട്ടരും പ്രാർത്ഥിക്കുക. എന്നിട്ട് ആരത്താണോ തെറ്റ് അവർക്ക് അള്ളാഹുവിന്റെ ശാപം വരാൻ, നാശം വരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ലാസ്റ്റ് ഒരു ഫൈനലാകുന്ന ഒരു അത്രയും ഉറപ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അയാളുടെ വിശ്വാസത്തിൽ അത്രയും ഉറപ്പുള്ള ആളാണെങ്കിൽ എന്ത് ചെയ്യണം? അയാൾ മുബാഹലക്ക് റെഡിയാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? മുബാഹലക്ക് വരെ വെല്ലുവിളിച്ചിട്ടുണ്ട്, ഈ സൂറത്തിലേക്ക് കാണാം. പക്ഷെ മുബാഹല നടന്നിട്ടില്ല. കാരണം എന്താ? വന്നാൽ വിവരം അറിയും. കാരണം റസൂലാണ് വരുന്നത്, എന്ത് ചെയ്യും? അതോടുകൂടി ഒരു ഓഫീസ് പൂട്ടും. അവർ അതുവരെ ഞങ്ങളെ ഭാഗമാണ് സത്യം എന്ന് വാദിച്ചുകൊണ്ടിരുന്ന ആളുകള് ലാസ്റ്റ് മുബാഹലക്ക് വിളിച്ചപ്പോൾ എന്ത് ചെയ്തില്ല? അവർ വന്നില്ല. അവർ അത്രയും പഠിച്ചുകൊണ്ട് ആൾക്കാരാണ് എന്ത് ചെയ്യണം? ഒരു മുബാഹലക്ക് വരേണ്ടിയിരുന്നു. പക്ഷെ മുബാഹലക്ക് വന്നില്ല. അതുപോലെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചുള്ള തർക്കങ്ങൾ ഈ സൂറത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഇബ്രാഹിം നബി ഇസ്ലാമാരാണ്? പരിശുദ്ധ നബിതങ്ങളുടെ നമ്മുടെ ദീനിന്റെ ആളാണെന്നും ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ മില്ലത്ത് എങ്ങനെയാവണം, അത് എങ്ങനെയൊക്കെ രൂപത്തിലാണ് ഈ വ്യക്തമാക്കി മനസ്സിലാക്കേണ്ടതെന്നും ഡീറ്റെയിൽസ് ആയിട്ട് ഈ സൂറത്തിൽ പറയുന്നുണ്ട്. ഇത്രയും വിഷയങ്ങളാണ് സൂറത്തുൽ ആൽ ഇംറാനിൽ പരാമർശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മള് അപ്പോ ഈ സൂറത്തിൽ ഇറങ്ങാനുള്ള ഒരു കാരണമാണ് ഞാനിപ്പോൾ പറയുന്നത്. അത് പറഞ്ഞുകൊണ്ട് തൽക്കാലം നമ്മൾ ഇന്ന് വിഷയം ഇവിടെ അവസാനിപ്പിക്കും. എന്താണ് കാരണം? നജ്റാനിൽ നിന്ന്, ഞാൻ പറഞ്ഞു, നജ്റാനിൽ നിന്നുള്ള ഒരു യാത്രാ സംഘം, 60ഓളം വരുന്ന ഒരു യാത്രാ സംഘം എന്ത് ചെയ്തു? ഒരിക്കൽ റസൂലുള്ളാഹിനെ കാണാൻ വേണ്ടി വന്നു. അവർ ക്രിസ്ത്യാനികളാണ്. അവരിൽ വളരെ പ്രഗത്ഭരായ 12 ആൾക്കാരുണ്ടായിരുന്നു. ആ 12 ആളിൽ നിന്നും 3 ആൾ അവർ വേറെ സെലക്ട് ചെയ്തിരുന്നു. അതിൽ നിന്നൊരാൾ അമീറായിട്ടുണ്ടായിരുന്നു. അതിൽ ആ പ്രഗത്ഭരായ 3 ആളുകളിൽ പെട്ട ഒരാള് നജ്റാനിലെ ഭരണകാര്യങ്ങൾ നോക്കുന്ന ആളായിരുന്നു. ഒരാൾ ആ നാട്ടിലെ ഏറ്റവും വലിയ മതപുരോഹിതനായിരുന്നു. അവരുടെ പേരുകളൊക്കെ തഫ്സീർ പറയുന്നുണ്ട്. ഒരാള് പിന്നെ ഉമറാക്കൾ നേതാവായിരുന്നു. ഉമറാക്കൾ നേതാവ് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ, അഭിപ്രായങ്ങൾ ചോദിക്കൊടുത്ത് നല്ല അഭിപ്രായങ്ങൾ പറയാൻ പറ്റുന്ന ഒരാളായിരുന്നു. അപ്പം ഭരണകാര്യത്തിലുള്ള ആളുണ്ടായിരുന്നു, മതപുരോഹിതൻ ഉണ്ടായിരുന്നു, ഉമറാക്കൾപ്പെട്ട ഒരു മഹാനുണ്ടായിരുന്നു. ഇവര് 3 ആളും മുന്നിൽ നിന്നിട്ടാണ് റസൂലുള്ളാഹിയുമായി സംസാരിച്ചത്. അപ്പൊ ഇവരെന്ത് ചെയ്തു? ഇവര് റസൂലുള്ളാഹിനെ കാണാമെന്ന്
അപ്പോൾ ഇതിൽപ്പെട്ട ആ മതപണ്ഡിതനുണ്ടല്ലോ, പുരോഹിതൻ, അദ്ദേഹത്തിന് ആ നാട്ടിൽ വലിയ ആദരവായിരുന്നു. അദ്ദേഹത്തിന് അന്നത്തെ ഭരണാധികാരികൾ എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തെ നന്നായി ബഹുമാനിച്ചിരുന്നു. അദ്ദേഹത്തിന് പ്രത്യേകമായ ആരാധനകൾ ഉണ്ടാക്കി കൊടുത്തിരുന്നു, നല്ല റെസ്പെക്ട് കൊടുത്തിരുന്നു. അതിന് പോരാതെ തന്നെ അദ്ദേഹത്തിന്റെ സഹോദരൻ അദ്ദേഹത്തോട് സംസാരിച്ച സംസാരം ചരിത്രത്തിൽ കാണാം. ഇപ്പോൾ സഹോദരൻ ചോദിക്കണ്ടേ, നിങ്ങളുടെ അഭിപ്രായത്തിൽ നമ്മളീ പോകുന്ന ഈ പണ്ഡിതൻ ആരാണ്, ഈ പോകുന്ന ഈ ആള് നബി ആണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു അഭിപ്രായം ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതിന് പ്രസക്തി ഉണ്ട് എന്ന് പറയാൻ കാരണം എന്താണ്? കാരണം ആ സഹോദരൻ പിന്നീട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇസ്ലാം സ്വീകരിച്ച് സഹാബിയായിട്ടുണ്ട് ജ്യേഷ്ഠന്റെ നിർദ്ദേശപ്രകാരം. പക്ഷെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല കേട്ടോ. അതിന് പരിശുദ്ധ ഇഞ്ചിയിൽ വെച്ച് അദ്ദേഹം എന്ത് ചെയ്തു, ഈ സഹോദരന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്ത് സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം, അവർക്ക് കിട്ടുന്ന ആ ഭൗതികമായ ലാഭങ്ങൾ അതൊക്കെ എന്ത് ചെയ്യും, നഷ്ടപ്പെടും എന്ന പേര് കൊണ്ടാണ് അദ്ദേഹം സ്വീകരിക്കാതിരുന്നത്. ഏതായാലും റസൂലുള്ളാഹിനെ വന്ന് കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ട് എന്ത് ചെയ്തു, അവര് സംസാരിച്ചു. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ എന്ത് ചെയ്തു, പ്രാർത്ഥനയ്ക്ക് സമയമായപ്പോൾ എന്ത് ചെയ്തു, ക്രിസ്ത്യാനികളായ ഇവരെന്ത് ചെയ്തു, പള്ളിയുടെ ഒരു സൈഡിൽ നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞ് അവിടെ പ്രാർത്ഥനകൾ നിർവഹിച്ചു. ചരിത്രത്തിൽ ചിലർ പറഞ്ഞിട്ടില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, ക്രിസ്ത്യാനികൾക്ക് പള്ളിയിൽ പ്രാർത്ഥിക്കാനുള്ള ഏത് കൊടുത്തിട്ടുണ്ട്, നബിതങ്ങളുടെ മദ്ഹ് പറയുന്നിടത്ത് കാണാം അല്ലെ, സൗഹാർദ്ദത്തിന്റെ ഭാഗമായി പറഞ്ഞിടത്ത് കാണാം. എന്ത്, നബിതങ്ങൾ ക്രിസ്ത്യാനികൾക്ക് പള്ളിയിൽ പ്രാർത്ഥിക്കാനുള്ള ഏത് കൊടുത്തിട്ടുണ്ട്, സൗകര്യം ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്ന് കാണാം. അത് ഈ സംഭവമാണ്, ഇവര് വന്നപ്പോഴാണ്. അപ്പൊ ഇവര് പ്രാർത്ഥന ടൈം ആയപ്പോ എന്ത് ചെയ്തു, എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ വേണ്ടി എന്ത് ചെയ്തു, അവര് നിന്നു. അപ്പൊ ചില സഹാബികൾക്കൊക്കെ എന്ത് ചെയ്തു, അതിന് ഇവിടെ പള്ളിയിൽ നിന്ന് അങ്ങനെ എന്ത് ചില അതൃപ്തി ഉള്ള പോലെ തോന്നി. റസൂൽ എന്ന് പറഞ്ഞു, നിങ്ങളത് മെയിൻറ്റെയിൻ ചെയ്യണ്ട, അവരെ വിട്ടാളി, അവരവരുടെ പ്രാർത്ഥനകൾ അവിടെ നടത്തിക്കോട്ടെ എന്ന് ആര് സമ്മതം കൊടുത്തു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് സമ്മതം കൊടുത്തു. അങ്ങനെയാണ് ക്രിസ്ത്യാനികൾ മദീന പള്ളിയിൽ വന്നിട്ട് ഒരു ഭാഗത്ത് എന്ത് ചെയ്തു, അവര് പ്രാർത്ഥന നടത്തി. ഈ ഒരു സൗഹാർദ്ദം ഇന്നും ചിലയിടത്തൊക്കെ കാണാം. ചിലടത്ത് ചർച്ചിൽ പോയി നിസ്കരിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യണ്ടില്ലേ, പലതും നടക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിനൊക്കെ ചില ആളുകൾ ചരിത്രപരമായി തെളിവെടുക്കുന്നത് നബിതങ്ങളുടെ ഈ കാലത്ത് നടന്ന ഈ സംഭവത്തിനാണ്. അങ്ങനെ എന്ത് ചെയ്തു, അവർ റസൂലുള്ളാഹിയോട് സംസാരിക്കാൻ തുടങ്ങി. സംസാരിച്ചപ്പോൾ അവര് ആകെ മൊത്തത്തിൽ കൺഫ്യൂഷനായി. ചിലർ പറഞ്ഞു ഈസാ നബി തന്നെയാണ് അള്ളാഹ് എന്ന് പറഞ്ഞു, ചിലർ പറഞ്ഞു ഈസാ നബി ദൈവപുത്രനാന്ന് പറഞ്ഞ്, ചിലവരെന്ത് പറഞ്ഞു ഇത് മൂന്നും കൂടിയതാണ് അള്ളാഹ് എന്ന് പറഞ്ഞു. അങ്ങനെ അവരെന്നെ എന്ത് ചെയ്തു, വ്യത്യസ്ത അഭിപ്രായങ്ങളിലേക്ക് മാറി വന്നു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോന്നും അവർക്ക് എന്ത് ചെയ്തു, അവർക്ക് വ്യക്തമായി മനസ്സിലാക്കി കൊടുത്തു. അതായത് പിന്നെ മകനാണ് എന്ന് അവർ പറഞ്ഞപ്പോ റസൂലുള്ളാഹി പറഞ്ഞു, മകനാണെന്ന് അവർ പറയാൻ കാരണം എന്താണ്, ഈസാ നബി പിന്നെ എങ്ങനെയാണ് പിതാവ് ഉണ്ടായത്, കാരണം ആരുണ്ടല്ലോ പിതാവ്, അപ്പൊ അള്ളാഹു ദൈവം തന്നെയല്ലേ പിതാവ്, അപ്പൊ ഈസാ നബി മകനല്ലേ എന്ന് അവർ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, അതിനെ കുറെ കാര്യങ്ങൾ വെച്ചിട്ട് നബിതങ്ങൾ എന്ത് ചെയ്തു, അവർക്ക് വേണ്ടി ഗണ്ണിച്ചു കൊടുത്തു. ഒരുപാട് സംഭവങ്ങളുണ്ട്, നമുക്ക് സാധാരണ അറിവ് വിഷയം കൊണ്ട് ഞാൻ എന്തില്ല അത് പറയാൻ. അള്ളാഹുവിന്റെ കുറെ, കാരണം നബിതങ്ങൾ കാര്യമായി പറഞ്ഞു കൊടുത്തത് എന്താണ്, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ അങ്ങനെയാണെങ്കിൽ ആർക്കുണ്ടാകണം, മക്കളിലും ഉണ്ടാകണം. അത് രണ്ടും എന്താണ്, പൂർണ്ണമായും വ്യത്യാസം. അതാണ് റസൂൽ അവിടെ ആദ്യമായി സമർത്ഥിച്ചത്. അള്ളാഹുവിന്റെ, കാരണം അള്ളാഹു തആല ഹയ്യാണ്, അള്ളാഹു തആല ഖയ്യൂമാണ്, അള്ളാഹു തആല എല്ലാം അറിയുന്നതാണ്. ഇങ്ങനത്തെ കുറെ വിഷയങ്ങൾ വെച്ചുകൊണ്ട് റസൂൽ എന്ത് ചെയ്തു, അവരുമായി സംവാദം നടത്തി. അവസാനം എന്ത് ചെയ്തു, അവര് പിന്നെ ഉത്തരം മുട്ടി എന്നാണ് ചരിത്രത്തിലുള്ളത്. പക്ഷെ എന്ത് ചെയ്തു, അവർ അംഗീകരിക്കാൻ റെഡിയായില്ല. അങ്ങനെ അവരാരും ഇസ്ലാം സ്വീകരിക്കാതെ എന്ത് ചെയ്തു, അവരെല്ലാരും കൂടി നബിതം കൂടെ യാത്ര പറഞ്ഞ് മദീനയിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയി. അപ്പൊ അവരുമായി അന്നുണ്ടായിരുന്ന ആ സംവാദ സമയത്ത് പിന്നീട് അവിടെ വിശ്വാസങ്ങളെ പൂർണ്ണമായും ഗണ്ണിച്ചുകൊണ്ട് ഇറങ്ങിയ ആയത്തുകളാണ് ആദ്യത്തെ 80 ആയത്തുകൾ എന്ന് മനസ്സിലാക്കുക. പക്ഷെ അതാണ് ഇതിന്റെ അവതരണ പശ്ചാത്തലം, ഇറങ്ങാനുള്ള കാരണം.
ഇനി ബാക്കി വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് നാളെ മുതൽ സൂറത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. തൽക്കാലം ഇവിടെ നിർത്തുന്നു. അള്ളാഹു തആല പറഞ്ഞു കേട്ട എല്ലാം സ്വലീഹ് അമലാക്കി സ്വീകരിക്കട്ടെ. അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ. അള്ളാഹു തആല നാഫിയാക്കട്ടെ. പരിശുദ്ധ ഇൽമ മരിക്കണവരെ പഠിക്കാൻ അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു തആല സ്വീകരിക്കട്ടെ. ആമീൻ റഹ്മതിക യാ റഹ്മാൻ. നമുക്കൊരു ഫാത്തിഹ ഓതിയിട്ട് ദുആ ചെയ്യാം അല്ലേ?